ഇതിനെ എതിർക്കാനുള്ള കാരണം ഖുർആനിനും ഹദീസിനും വൈരുദ്ധ്യമായ വിഷയമുണ്ട്. അതെന്താ വിഷയം? സാധാരണ മങ്കുസ് മൗലിദിലും ഷറഫുലന മൗലിദിലും കാണുന്ന വിഷയമാണ്. മങ്കുസ് മൗലിദിന്റെ തുടക്കത്തില് നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകനെ കൊണ്ട് ഇസ്തിആസ നടത്തുകയാണ്, സഹായതേട്ടം നടത്തി. അതുകൊണ്ട് ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മുഹമ്മദ് നബിയോട് നൂഹ് നബി അലൈഹിസ്സലാം സഹായതേട്ടം നടത്തിയപ്പോഴാണ് ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആലോചിക്കണം, ആദ്യ കാലഘട്ടത്തിൽ വന്ന നൂഹ് നബി അലൈഹിസ്സലാം അവസാനം വരാൻ പോകുന്ന ജനിച്ചിട്ട് പോലും ഇല്ലാത്ത മുഹമ്മദ് നബിയോട് ഇസ്തിആസ നടത്തിയെന്ന് പറയുമ്പോ, സഹായതേട്ടം നടത്തിയെന്ന് പറയുമ്പോ, മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞതാണല്ലോ ബഹ്ജ കിതാബ്. അവിടെ പറയുന്നത് എന്താ? അനകുന്തു മഅനൂഹിം ബിഅലാ സഫീനതിഹി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. അനകുന്തു മഅനൂഹ്, ഞാനാണ് നൂഹ് നബിയോടുകൂടെ ഉണ്ടായിരുന്നത്. ബിഅലാ സഫീനതി, കപ്പലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഞാനാണ് ഉണ്ടായിരുന്നത് എന്ന് മുഹിയുദ്ദീൻ ശൈഖും. ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി, ജലപ്രളയവും വെള്ളപ്പൊക്കവും എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ തടഞ്ഞു വെച്ചതെന്ന് പറയുമ്പോ, മുഹമ്മദ് നബിയാണോ മുഹിയുദ്ദീൻ ശൈഖാണോ? മാലയും മൗലിദും തർക്കമാണ്. എന്നാൽ ഖുർആനിലേക്ക് മടങ്ങിക്കോ. 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിന്റെ 26, 27, 28 ആയത്തൊന്ന് പഠിച്ചോ. നൂഹ് നബി അലൈഹിസ്സലാം തേടുന്നതാരോടാ? ഖാല റബ്ബിൻസുർനി ബിമാ കസ്സബൂൻ, നാദാ ഇവർ കളവാക്കുന്നതിൽ നിന്ന് എന്നെ സഹായിക്കണേ റബ്ബേ. فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا وإنهم مغرقون. അല്ലാഹു പറയുന്നു, നൂഹേ നിനക്ക് വഹി നൽകാം, കപ്പലുണ്ടാക്കിക്കോ. അടുപ്പുകൾ പോലും പൊട്ടിയൊലിക്കുന്ന രംഗം വരുമ്പോ ഈ 2 ഇണകളെ വീതം കപ്പലിൽ കയറ്റിക്കോ. അക്രമികളായ ആളുകളെ കയറ്റണ്ട, അവര് മുങ്ങി മരിക്കുക തന്നെ ചെയ്യുമെന്ന്. നീയും നിന്റെ ആളുകളും കപ്പലിൽ ചൊവ്വായി കഴിയുമ്പോ, നേരെ നിന്ന് കഴിഞ്ഞാൽ ഫഖുല്ലപ്പോൾ നീ പറയേണ്ടതെന്താ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതികളും. അല്ലദീ, എങ്ങനെയുള്ള റബ്ബാ, നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന്. രക്ഷപ്പെടുത്തിയത് അല്ലാഹു, സഹായം ചോദിച്ചത് അല്ലാഹുവിനോട് അല്ലേ? അപ്പൊ എവിടെയാ നിങ്ങൾക്ക് തർക്കങ്ങൾക്കുള്ള പരിഹാരം? ഖുർആനിൽ. രണ്ടാമത്തെ വിഷയം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ വകാന ഫീ സുൽബി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹ്ബുഹാ മുഹമ്മദാ. ഇബ്രാഹിം നബിയുടെ മുതുകത്ത് മുഹമ്മദ് നബി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലഹ്ബുഹാ മുഹമ്മദ, അതിന്റെ ജ്വാല അണഞ്ഞു പോയത്. ഇതും ബഹ്ജ കിതാബ് വിട്ടില്ല മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, കുന്തു മാ ഇബ്രാഹിമ മുൽകം ബിനാരിഹി فما بارد النيران إلا بدعوتي. ഇബ്രാഹിം നബിയെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോ ഞാനാണ് ഇബ്രാഹിം നബിയോട് കൂടെ ഉണ്ടായിരുന്നത്. ഫമാ ബാറദൻ നീറാൻ, ആ തീ അവിടെ തണുത്തു പോയിട്ടില്ല. ഇല്ലാ ബിദഅവതി, ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴല്ലാതെ. തർക്കം വേണ്ട, ഖുർആൻ സ്വീകരിക്കാം. കുല്ലാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹുവാണ് പറയുന്നത്, ഞാനാണ് പറഞ്ഞത് തീയിനോട്, ഇബ്രാഹിം നബിയുടെ മേലെ തണുപ്പും രക്ഷയും ആകണേയെന്ന് ഞാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യം നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ എല്ലാ രീതിയിലും ഇനി അടിസ്ഥാനപരമായ ഇതിന്റെ ഒരു പൂർത്തീകരണം എന്നോടെ ഞാൻ പറയുകയാണ്, മുസ്ലിയാക്കന്മാരാരും അവരുടെ വീടുകളിൽ മൗലിദ് ചൊല്ലാറ്